വെൽക്കം ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡി സി മോട്ടോഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ ഡി സി മോട്ടോറിൻ്റെ കൺസ്ട്രക്ഷൻ, അതുപോലെ ഡി സി മോട്ടോഴ്സിൻ്റെ ബിഹേവിയർ, വോൾട്ടേജ് സപ്ലൈ വോൾട്ടേജ് ആർമേച്ചർ വോൾട്ടേജ് ഡ്രോപ്പ്, ബാക്ക് EMF, അതുപോലുള്ള സ്പീഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത് പോയി കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട്. അപ്പോൾ ഇപ്പോൾ പറയാനുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് ഈ വേരിയേഷൻസ് ഒക്കെ എങ്ങനെയാണ് വരിക, വോൾട്ടേജ് വേരി ചെയ്താൽ സ്പീഡ് എങ്ങനെ മാറും, ടോർക്ക് എങ്ങനെ മാറും, അതുപോലെ തന്നെ പവർ എങ്ങനെ മാറും, അങ്ങനെയുള്ള കാര്യങ്ങൾ, ലോഡിനുള്ള വ്യത്യാസം എന്തായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡി സി മോട്ടോർ എന്ന് പറയുന്നത്. മെയിനായിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ടോർക്ക്, ലോഡ്, സ്പീഡ്, ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളുടെ റിലേഷൻഷിപ്പുകളായിരിക്കും എപ്പോഴും നോക്കുന്നത്. ടോർക്ക്, ഫ്ലക്സ് എന്നുള്ളത് ആർമേച്ചർ കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സീരീസ് മോട്ടറിൻ്റെ കേസിൽ വരിക. കാരണം സീരീസ് മോട്ടറിൻ്റെ ഇക്വേഷൻ അനുസരിച്ച് തന്നെ ബാക്ക് EMF E ഈസ് ഈക്വൽ ടു V, സപ്ലൈ വോൾട്ടേജ് V മൈനസ് IA ഡ്രോപ്പ് ആയിട്ടാണ് വരിക. മൈനസ് IA SC ഡ്രോപ്പ്, SC എന്ന് പറഞ്ഞാൽ സീരീസ് ഫീൽഡിൻ്റെ വൈൻഡിങ്. അപ്പോൾ രണ്ടിൻ്റെ റെസിസ്റ്റൻസ് ഡ്രോപ്പുള്ള ഒരു ബാക്ക് EMF ആയിരിക്കും വരിക. അപ്പോൾ എങ്ങനെയാണ് ഈ കറണ്ട്, ആർമേച്ചർ കറണ്ട് അല്ലെങ്കിൽ ഫീൽഡ് കറണ്ട്, രണ്ടും ഒന്ന് തന്നെയാണ് ഈ സീരീസ് മോട്ടറിൻ്റെ കേസ് എടുക്കുമ്പോൾ. അപ്പോൾ ഇവർ രണ്ട് പേരും കൂടി എങ്ങനെയാണ് സീരീസ് കറണ്ടിൽ വരുന്ന, ആർമേച്ചറിൽ വരുന്ന കറണ്ട് എങ്ങനെയാണ് ടോർക്കുമായിട്ടും ഫ്ലക്സുമായിട്ടും സ്പീഡുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കണം. അപ്പോൾ ഒരു മോട്ടറിൻ്റെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറയുന്ന സമയത്ത് ടോർക്ക്, സ്പീഡ്, ലോഡ്, ഈ മൂന്ന് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നോക്കുന്നത്. അപ്പോൾ സീരീസ് മോട്ടറിൻ്റെ ഈ ഒരു സർക്യൂട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഇതിൻ്റെ വ്യത്യാസം വരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ സീരീസ് മോട്ടറിൻ്റെ ആദ്യത്തെ ടോർക്ക് വീസസ് ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വരിക. അപ്പോൾ ടോർക്കും ലോഡും എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കണം. ആദ്യം തന്നെ ടോർക്ക്, ഇപ്പോൾ ഒരു മോട്ടോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മോട്ടോറിലൂടെ ആർമേച്ചറിൽ കറണ്ട് ആയിട്ടുള്ള IA കറണ്ടിനും അതുപോലെ തന്നെ ഫീൽഡ് ഫ്ലക്സിനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് ടോർക്ക് എപ്പോഴും ആർമേച്ചർ കറണ്ടിനും ഫീൽഡ് ഫ്ലക്സിനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻ അനുസരിച്ച് നമുക്ക് ഫീൽഡ് ഫ്ലക്സിൻ്റെ കാര്യം ഒന്ന് മാറ്റി പറയുകയാണെങ്കിൽ ഫീൽഡ് ഫ്ലക്സ് ഫൈ എന്നുള്ളത് ഫീൽഡ് കറണ്ടിന് പ്രൊപ്പോർഷനാണ്. പക്ഷേ ഇവിടെ സീരീസ് മോട്ടറിൻ്റെ കേസിൽ ഫീൽഡ് കറണ്ട് തന്നെയാണ് ആർമേച്ചർ കറണ്ടും. അതായത് ഈ സർക്യൂട്ട് നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാം എന്താണ്, DC സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കറണ്ട് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് D1 D2 എന്നുള്ള സീരീസ് ഫീൽഡിൽ കൂടെ പോകും, പിന്നെ A1 A2 എന്നുള്ള ആർമേച്ചറിലൂടെ പോകും, അത് പിന്നെ നെഗറ്റീവ് ടെർമിനലിലേക്ക് വരും. അപ്പോൾ ആ ഒരു ഡയറക്ഷനിലാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സീരീസ് ഫീൽഡിൽ വരുന്ന കറണ്ടും ആർമേച്ചറിൽ വരുന്ന കറണ്ടും രണ്ടും സെയിം ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ടോർക്ക് പ്രൊപ്പോർഷണൽ ടു IA ഇൻറ്റു ഫൈ എന്ന് എഴുതേണ്ടടുത്ത് നമ്മൾ SC സീരീസ് കറണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്, ISC എന്ന് എഴുതിയിട്ടുണ്ട്. അതിനെ നമുക്ക് മാറ്റിയിട്ട് വേണമെങ്കിൽ ടോർക്ക് പ്രൊപ്പോർഷണൽ ടു IA സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ടോർക്കും കറണ്ടും തമ്മിൽ IA എന്നുള്ളത് തന്നെയാണ് ലോഡ് കറണ്ടായിട്ടും വരുന്നത്. സർക്യൂട്ടിൽ കാണുന്നപ്പോൾ തന്നെ അറിയാം എന്താണ്, പ്ലസ് ഓർ മൈനസ് ടെർമിനൽസിൻ്റെ ഇടയിലൂടെ ഡയറക്റ്റ് വരുന്ന കറണ്ട് തന്നെയാണ്, ലോഡ് കറണ്ട് തന്നെയാണ് എവിടെയും വരുന്നത്, ഈ ആർമേച്ചറിലൂടെ വരുന്നത്, സീരീസ് ആയിട്ടുള്ള ഫീൽഡിലൂടെ വരുന്നത്, അത് തന്നെയാണ് ലോഡ് കറണ്ടായിട്ട് വരുന്നത്. അപ്പോൾ എന്താണ്, ടോർക്കും ലോഡ് കറണ്ടും തമ്മിൽ ഉള്ള റിലേഷനെയാണ് ടോർക്ക് വീസസ് ലോഡ് എന്നുള്ള റിലേഷനായിട്ട് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ റിലേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്താണ്, ടോർക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് IA, ആർമേച്ചർ കറണ്ടിൻ്റെ അല്ലെങ്കിൽ ലോഡ് കറണ്ടിൻ്റെ സ്ക്വയറിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ് വരുന്നത്. അപ്പോൾ ആ ഒരു കർവാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കർവ് എന്ന് പറഞ്ഞാൽ ഗ്രാഫാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ടോർക്കും ലോഡ് കറണ്ടും തമ്മിലുള്ള ഗ്രാഫാണ്. അതിൽ IL എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് തന്നെയാണ് IA എന്നുള്ളത്. ലോഡ് ആയതുകൊണ്ട് IL എന്ന് കൊടുത്തതാണ്. പക്ഷേ അതിൻ്റെ വാല്യൂ സീരീസ് മോട്ടോറിൻ്റെ കേസിൽ അത് തന്നെയാണ് അതിൻ്റെ വാല്യൂ വരുന്നത്, IL തന്നെയാണ് വരിക. അപ്പോൾ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു IA സ്ക്വയർ ആണ്. അതായത് ഒരു X സ്ക്വയറിൻ്റെ ഗ്രാഫാണ് വരിക. അതായത് ഇതുപോലെ കാണിച്ചിരിക്കുന്ന ഒരു സ്ക്വയർ ഗ്രാഫാണ് വരിക. ഇതിൽ 0 to P എന്നുള്ളൊരു പൊസിഷനിൽ ഒരു കർവി പൊസിഷനും പിന്നെ P to T എന്നുള്ളതിൽ ഒരു ലീനിയർ റിലേഷൻഷിപ്പും വരും. അതായത് ലോ ലോഡ് കേസിൽ ടോർക്ക് കുറച്ച് കുറവായിരിക്കും. അതായത് അതിൻ്റെ റിലേഷൻ പറയുന്നത് എന്താ, ലോഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്താണ്, ടോർക്കും ഇൻക്രീസ് ചെയ്യും. പക്ഷേ ലോ ലോഡ് കേസിൽ ആ ഇൻക്രീസിൻ്റെ അളവ് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ലാർജർ ലോഡ് ആവുന്ന സമയത്ത് ആർമേച്ചർ കറണ്ടും അതിനനുസരിച്ച് എന്ത് ചെയ്യും,
ലാർജറായിട്ട് വരും. അതായത് അപ്പോൾ ഒരു ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലായിട്ട് വരുന്ന ഒരു സ്റ്റേജിലേക്ക് വരും. പക്ഷേ മോട്ടറിൻ്റെ കേസ് ആവുമ്പോൾ തന്നെ നമുക്കൊരു മാക്സിമം സ്പീഡിൽ അതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സ്പീഡ് എത്തുന്ന വരെ അല്ലെങ്കിൽ ആ ഒരു ടോർക്ക് മാക്സിമം ടോർക്ക് ലഭിക്കുന്ന വരെയൊക്കെ ഇതെന്ത് ചെയ്യും, ആ ഐയും ടോർക്കും തമ്മിൽ റിലേഷൻ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ പോലെ ആവും. നോർമലി റിലേഷൻ എന്താണ്, പ്രൊപ്പോർഷണൽ ടു ദ IA² ആണ്. എന്നാലും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് അവിടെ കാണാനായിട്ട് പറ്റും. ഇനി അടുത്തത് സ്പീഡ് വീസസ് ലോഡാണ്. സ്പീഡ് ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഫ്ലക്സും ഫ്ലക്സും സ്പീഡും തമ്മിലാണ് റിലേറ്റ് ചെയ്യിക്കുന്നത്. ഈ ഏതൊരു DC മോട്ടർ ആണെന്നുണ്ടെങ്കിൽ ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് ഡിക്രീസ് ചെയ്യാമെന്നാണ് പറയുക. അതായത് അവർ എപ്പോഴും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. ഫ്ലക്സ് കൂടുകയാണെന്നുണ്ടെങ്കിൽ സ്പീഡ് കുറയുക, അല്ലെങ്കിൽ ഫ്ലക്സ് കുറയുകയാണെന്നുണ്ടെങ്കിൽ സ്പീഡ് കൂടുക. ആ ഒരു ഇൻവേഴ്സ്ലി റിലേഷനാണ് എപ്പോഴും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേസിൽ സീരീസ് മോട്ടറിൻ്റെ കേസാണെങ്കിലും എന്താ സംഭവിക്കുക, നമ്മൾ പറഞ്ഞു ആർമേച്ചർ കറണ്ട് തന്നെയാണ് എന്തായിട്ട് വരുന്നത്, സീരീസ് ഫീൽഡ് വൈൻഡിങ്ങിലുള്ള കറണ്ടായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ആർമേച്ചർ കറണ്ടുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും എന്താണ്, സ്പീഡും ഫ്ലക്സും തമ്മിൽ ഉള്ള റിലേഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. അപ്പോൾ ഈ ഒരു ഹൈപ്പർബോള ഷേപ്പിലുള്ള ഒരു ഗ്രാഫാണ് വരിക. അപ്പോൾ ലാർജർ സ്പീഡ് കാണിക്കുന്നുണ്ടെങ്കിൽ, അതായത് സ്റ്റാർട്ടിങ് സമയത്ത് ആർമേച്ചർ കറണ്ട് കുറവായിരിക്കുന്ന സമയത്ത് സ്റ്റാർട്ടിങ് സമയത്തായിരിക്കും ലാർജർ സ്പീഡ് കാണിക്കുക. പിന്നെ സ്പീഡ് ആർമേച്ചർ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സ്പീഡ് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ തന്നെ രണ്ട് എക്സ്ട്രീം എൻഡിലല്ല, ഒരു മീഡിയം റേഞ്ചിലാണ് എപ്പോഴും എന്ത് ചെയ്യുക, ഈ മോട്ടോർ റൺ ചെയ്യിക്കുന്നത്. അപ്പോൾ അതുമാത്രമല്ല, ഒരു DC മോട്ടോർ ഡ്രൈവ് ചെയ്യുന്നത് ലോഡ് എന്ത് ചെയ്യാണ്, ലോഡ് കണക്ട് ചെയ്തിട്ട് മാത്രമാണ് എന്ത് ചെയ്യുക, DC മോട്ടോർ എപ്പോഴും ഓൺ ചെയ്യുക. അതായത് കാരണം നമ്മളന്ന് സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നം പറഞ്ഞ സമയത്ത് തന്നെ എന്താണ് പറഞ്ഞ പോലെ തന്നെയാണ് ഇതിലുള്ള കേസും. കൂടുതൽ ലോഡ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ IA എന്നുള്ള കറണ്ട് കൂടുതലായതുകൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ പിന്നെ ഈ DC മോട്ടോഴ്സിൽ ഡേഞ്ചർ അവോയ്ഡ് ചെയ്യാനായിട്ട് ബെൽറ്റുകൾ വെച്ചിട്ടുള്ളത്, ബെൽറ്റ് ഓപ്പറേഷൻ നമ്മൾ ചെയ്യാറില്ല. കാരണം എന്താ വെച്ചാൽ ബെൽറ്റ് ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് ആ ഷാഫ്റ്റുമ്പോൾ ഒരു ലോഡ് കണക്ട് ചെയ്യുന്നതാണ്, പക്ഷേ ആ ബെൽറ്റ് വഴിയാണ് കണക്ട് ചെയ്യുക. അപ്പോൾ ബെൽറ്റിന് എന്തെങ്കിലും കേട് പറ്റിയിട്ട് ബെൽറ്റ് സ്റ്റക്ക് ആവുകയോ അല്ലെങ്കിൽ പൊട്ടിപ്പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ലോഡ് ഇല്ലാണ്ടാവുകയാണ് ചെയ്യുക. അപ്പോൾ ലോഡ് ഒരു ഷാഫ്റ്റിൻ്റെ മേലെ, DC മോട്ടോർ ഷാഫ്റ്റിൻ്റെ മേലെ പെട്ടെന്ന് ലോഡ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് ആ ഷാഫ്റ്റിൻ്റെ മേലുള്ള സാധനം ഉരുത്തെറിച്ച് പോകും. അപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള അപകടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഗിയർ മെക്കാനിക്സാണ് കൂടുതലായിട്ടും എന്ത് ചെയ്യുക, ഗിയർ മെക്കാനിക്സാണ് ലോഡ് ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ സ്പീഡ് മെഷർ ചെയ്യാനോ കാര്യങ്ങൾക്കൊക്കെ സ്പീഡ് മറ്റൊരുത്തേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളെന്തായാലും ഒരു മോട്ടറിൻ്റെ സ്പീഡ് ഉപയോഗിക്കുന്ന വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാനായിരിക്കും. അപ്പോൾ അതിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് ഷാഫ്റ്റ് ഉപയോഗിച്ചിട്ടല്ല, ബെൽറ്റ് ഉപയോഗിച്ചിട്ടല്ല, ഗിയർ മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ്. പിന്നെ അപ്പോൾ റിലേഷൻ നോക്കുക, സ്പീഡ് വേഴ്സസ് IA, അതായത് ലോഡ് കറണ്ട് എന്നുള്ളത് എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ റിലേഷനാണ്. ഇനി അടുത്തത് സ്പീഡ് വേഴ്സസ് ടോർക്ക്. അപ്പോൾ മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സ്പീഡ് വേഴ്സസ് ടോർക്ക്. അപ്പോൾ ടോർക്കും IAയും തമ്മിലുള്ള റിലേഷനും, അതേപോലെ തന്നെ IAയും സ്പീഡും തമ്മിലുള്ള റിലേഷനും നമ്മളിപ്പോൾ നോക്കി. അപ്പോൾ നേരത്തെ പറഞ്ഞ ലോഡ് കറണ്ടും ടോർക്കും നോക്കി, ലോഡ് കറണ്ടും സ്പീഡ് നോക്കി. അപ്പോൾ അവർ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് സ്പീഡ് ആൻഡ് ടോർക്ക് എന്നുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ടോർക്കും സ്പീഡും തമ്മിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ സ്പീഡും ടോർക്കും എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. അതായത് ടോർക്ക് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് കുറയുക എന്നർത്ഥം. ടോർക്ക് എന്ന് പറഞ്ഞാൽ നല്ല ശക്തിയിൽ മൂവ് ചെയ്യുക എന്നാണ്. പക്ഷെ നല്ല ശക്തിയിൽ മൂവ് ചെയ്യുക എന്നല്ല, ഒരു ലോഡിനെ നന്നായിട്ട് പുള്ള് ചെയ്യാനുള്ള എബിലിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടോർക്ക് കൂടുന്നതിനനുസരിച്ച് എപ്പോഴും സ്പീഡ് കുറയുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ കുറഞ്ഞ ടോർക്കിലായിരിക്കും എപ്പോഴും മാക്സിമം സ്പീഡ് വരുന്നത്. അപ്പോൾ ആ ഒരു റിലേഷനാണ് എപ്പോഴും ഇവർ തമ്മിൽ കാണിക്കുക. ഇപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കർവ് നോക്കിയാൽ തന്നെ അറിയാം, സ്പീഡും ടോർക്കും തമ്മിൽ നോക്കുന്ന സമയത്ത് കുറവ് സ്പീഡുള്ള സമയത്ത് മാക്സിമം ടോർക്കും, അതേപോലെ കുറഞ്ഞ ടോർക്കുള്ള സമയത്ത് മാക്സിമം സ്പീഡ്, ആ ഒരു റിലേഷനാണ് എപ്പോഴും വരിക. പിന്നെ എന്താണ്, ടോർക്ക് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും, സ്പീഡ് ഡിക്രീസ് ചെയ്ത് വരും. റെഡ്യൂസ് ചെയ്യുന്നതിന് റേറ്റ് ഒരു നോർമൽ റേറ്റിൽ തന്നെയാണ് റെഡ്യൂസ് ചെയ്യുക. പിന്നെ എന്താണ്, എന്തുകൊണ്ടാണ് നമ്മൾ ടോർക്ക് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് സ്പീഡ് റെഡ്യൂസ് ആണ്? ടോർക്കിന് വേണ്ടത് ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് വേണ്ടത് ഫ്ലക്സ് ആണ്.
അപ്പോൾ ഫ്ലക്സ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താ ചെയ്യുക, സാധാരണയായിട്ട് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ടോർക്ക് ഇൻക്രീസ് ചെയ്യും. പക്ഷെ നേരെ മറിച്ച് സ്പീഡ് എന്താവും, റെഡ്യൂസ് ആവുകയാണ് ചെയ്യുക. ഡി സി മോട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണത്. ടോർക്ക് ഇൻക്രീസ് ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പീഡ് റെഡ്യൂസ് ആവും. അപ്പോൾ ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഫീൽഡ് ഫ്ലക്സിൻ്റെ ഒരു എഫക്റ്റ് ആയിട്ടാണ് സ്പീഡ് വേഴ്സസ് ടോർക്കിൻ്റെ റിലേഷൻ ഇവിടെ കാണിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഡി സി മോട്ടറിൻ്റെ യൂസസ്, ഏതൊക്കെ തലങ്ങളിലാണ് ഡി സി മോട്ടോർ ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ഡി സി മോട്ടറിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, റൊട്ടേഷൻ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കേസും കൂടി. അപ്പോൾ ഡി സി മോട്ടോർ ഉപയോഗിക്കുന്നത് ഹയർ ആപ്ലിക്കേഷൻസിൽ, ഒരുപാട് ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും എന്താണ് ലാർജ് ടോർക്ക്, അതായത് വേരിയബിൾ സ്പീഡ് ആൻഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് വേണ്ട സമയത്ത്, വേരിയബിൾ സ്പീഡ് ആൻഡ് ടോർക്ക് അത്യാവശ്യം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറി വരുന്ന സമയത്ത്, വേരിയബിൾ സ്പീഡ് വേരിയബിൾ ടോർക്ക് എന്നുള്ള ഈ ഒരു കാറ്റഗറി വരുന്ന സമയത്താണ് നമ്മൾ കൂടുതലായിട്ട് ഡി സി സീരീസ് മോട്ടോഴ്സ് ഉപയോഗിക്കുന്നത്. പിന്നെ അതായത് ഹൈ ടോർക്ക് ആപ്ലിക്കേഷനായിട്ട് വരുന്നത്, അതായത് സ്റ്റാർട്ടിംഗ് ടോർക്ക് ഏറ്റവും കൂടുതൽ ഹൈ ആയിട്ട് വേണ്ട സിറ്റുവേഷൻസ്, പിന്നെ ആക്സിലറേഷൻ റേറ്റ് കൂടുതലായിരിക്കുന്ന ഡിവൈസസ്. ആക്സിലറേഷൻ റേറ്റ് കൂടുതലായിരിക്കുന്ന പറഞ്ഞാൽ ഈ വെഹിക്കിൾസ്, അതുപോലെ തന്നെ മിലിറ്ററി ഓപ്പറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് കൂടുതലായിട്ട് ഈ ഒരു സെറ്റപ്പ് ഉപയോഗിക്കുന്നത്. പിന്നെ ട്രാക്ഷൻ, ഹോയിസ്റ്റ്, ക്രെയിന്, കൺസ്ട്രക്ഷൻ ട്രക്സ് അങ്ങനെയുള്ളതിനൊക്കെയാണ് ബേസിക്കലി ഈ ഒരു ഡി സി മോട്ടറിൻ്റെ അവൈലബിലിറ്റി. അതായത് ഇപ്പോൾ സ്മോൾ ഡി സി മോട്ടോഴ്സ് അല്ല പറയുന്നത്, ലാർജറായിട്ട് വരുന്ന ഹയർ കപ്പാസിറ്റി ഒക്കെ ഉള്ള ഡി സി മോട്ടോഴ്സിൻ്റെ കേസാണ്. അപ്പോൾ അവർ ട്രാക്ഷൻ ഉപയോഗിക്കാൻ, അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ആകാൻ, പിന്നെ ഹോയിസ്റ്റ് ആയിട്ട് ക്രെയിൻസിലൊക്കെ ഉപയോഗിക്കുന്ന മെക്കാനിസം, അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ ട്രക്സ് അങ്ങനത്തേലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കൺസ്ട്രക്ഷൻ ട്രക്സിൽ മിക്സിങ് അങ്ങനത്തെ ഒരുപാട് പർപ്പസുകളുണ്ട്, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മെത്തേഡ് ഓഫ് ചേഞ്ചിങ് ദ ഡയറക്ഷൻ. ഒരു ഡി സി മോട്ടറിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സീരീസ് മോട്ടർ ആണെങ്കിൽ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ടെർമിനൽസ് മാറ്റിയാൽ മതി. കാരണം സീരീസ് മോട്ടറിൽ അങ്ങനെ പറ്റില്ല, സീരീസ് മോട്ടറില്ല, പാരലലാണ് അങ്ങനെ പറ്റുക. ടെർമിനൽസ്, അതായത് ആർമേച്ചറിലേക്ക് കറണ്ട് വരുന്നതും, അല്ലെങ്കിൽ ആർമേച്ചറിലേക്ക് കറണ്ട് വരുന്നതും വൈൻഡിങ്ങിലൂടെ കറണ്ട് പോകുന്നു, ആ പാറ്റേൺ ഒരേപോലെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡയറക്ഷൻ മാത്രമാണ് എപ്പോഴും കിട്ടുക. അപ്പോൾ ഒന്നെങ്കിൽ ഫീൽഡ് വൈൻഡിങ്ങിലുള്ള ചേഞ്ചിങ്, അല്ലെങ്കിൽ ഫീൽഡ് വൈൻഡിങ് മീൻസ് ഫീൽഡ് വൈൻഡിങ്ങിൽ ഫ്ലക്സ് ഉണ്ടാക്കുന്ന ചേഞ്ച്, അതായത് അതിലൂടെ ഒഴുകുന്ന കറണ്ട് ഏതെങ്കിലും ഡയറക്ഷൻ മാറ്റുക, നമ്മൾ ആദ്യം വെച്ച ഡയറക്ഷനല്ല തിരിച്ചുള്ള ഡയറക്ഷനിൽ കണക്ട് ചെയ്തിടുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒന്നെങ്കിൽ ഫീൽഡ് വൈൻഡിങ്ങിലുള്ള മാറ്റം, അല്ലെങ്കിൽ ആർമേച്ചർ വൈൻഡിങ്ങിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക. ആർമേച്ചർ വൈൻഡിങ് ഡയറക്ഷൻ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, A1 A2 എന്നാണ് കണക്ഷൻ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തിരിച്ച് A2 A1 എന്ന് കണക്ട് ചെയ്യാം. തിരിച്ച് കണക്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കാം, ഇതേപോലെ തന്നെ A1 A2 എന്നുള്ള A1 + A2 - എന്നുള്ള രീതിയിലായിരുന്നെങ്കിൽ നേരെ തിരിച്ചാവുന്ന സമയത്ത് കറണ്ട് ഫ്ലോൻ്റെ ഡയറക്ഷൻ തിരിഞ്ഞുണ്ടാവും. അപ്പോൾ കറണ്ട് ഫ്ലോൻ്റെ ഡയറക്ഷൻ തിരിയുമ്പോൾ സ്വാഭാവികമായിട്ടും ലെഫ്റ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച് അതിൻ്റെ ഓറിയൻറ്റേഷനും ഡയറക്ഷനും ഒക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇൻ്റർചേഞ്ചിങ് മെത്തേഡാണ്, 3 മെത്തേഡാണ് ഇവിടെ പറയുന്നത്. ഡയറക്ഷൻ ക്യാൻ ബി ഇൻ്റർചേഞ്ച്ഡ് ബൈ ഫീൽഡ് ടെർമിനൽസ് ആർ ഇൻ്റർചേഞ്ച്ഡ്, അല്ലെങ്കിൽ എയ്തർ ആർമേച്ചർ ടെർമിനൽസ് ആർ ഇൻ്റർചേഞ്ച്ഡ്. അപ്പോൾ രണ്ടിലേതെങ്കിലും ഒരു ടെർമിനൽസ് ഇൻ്റർചേഞ്ച് ചെയ്താൽ നമുക്ക് സാധിക്കും. പിന്നെ അതുപോലെ സപ്ലൈ റിവേഴ്സ് ചെയ്യുക എന്നുള്ളത് എന്താണ്, റൊട്ടേഷൻ്റെ ഡയറക്ഷനിൽ, റൊട്ടേഷൻ്റെ ടൈമിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് റിവേഴ്സ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. കാരണം എന്താ വെച്ചാൽ എപ്പോഴും ലോഡിലായിരിക്കണം ഈ ഒരു മോട്ടോർ വർക്ക് ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് പറഞ്ഞത്. ലോഡുള്ള സമയത്ത് പെട്ടെന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള പ്രശ്നം വേറെ ഉണ്ടാവും. ഇനി ഷണ്ട് മോട്ടോഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് പറയാനുള്ളത് ഇതേ കാര്യം തന്നെയാണ്. ലോഡ് വീസസ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ്, ലോഡ് വീസസ് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ്, സ്പീഡ് വീസസ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ്, ഈ 3 എപ്പോഴും പറയാനുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പം നമ്മൾ കണക്കാക്കുന്നത് ഷണ്ട് ഫീൽഡാണ്. അപ്പോൾ ഷണ്ട് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ആർമേച്ചർ കറണ്ടും ഷണ്ട് ഫീൽഡ് കറണ്ടും ഡിഫറെൻ്റ് ആണ്. ഈ ഒരു സമയത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡി സി സപ്ലൈ കൊടുക്കുന്നത് രണ്ടിനും പാരലൽ രീതിയിലാണല്ലോ. അപ്പോൾ രണ്ടിനും പാരലൽ ആയിട്ടുള്ള രീതിയിൽ കൊടുക്കുമ്പോൾ തന്നെ ഡി സി സപ്ലൈ രണ്ടിലും ഒരേപോലെയാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഒരു ഇതിൽ വൈൻഡിങ്ങിൽ വോൾട്ടേജ് മീൻസ് ആ ഒരു കറണ്ട് പാസ് ചെയ്യുന്ന ഫീൽഡ് വൈൻഡിങ്ങിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഉണ്ടാകുന്നതുകൊണ്ട്
കറണ്ട് പോകുന്നതുകൊണ്ട് എന്തുണ്ടാവുന്നുണ്ട്, ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു, ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ മറ്റേതിൽ അതേപോലെ തന്നെ എന്താണ്, ആർമേച്ചർ വൈൻഡിങ്ങിലുള്ള ഡ്രോപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്ക് EMF ജനറേറ്റ് ആവും. അപ്പോൾ ഈ പാറ്റേണിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് എത്രയാണോ അത് തന്നെയാണ് കറക്റ്റായിട്ട് ഷണ്ട് ഫീൽഡിലേക്ക് വരുന്നത്. ഷണ്ട് ഫീൽഡിലേക്ക് അത് തന്നെയാണ് വരുന്നത്. ആർമേച്ചർ വൈൻഡിങ്ങിലേക്കും അത് തന്നെയാണ് വരുന്നത്, മൊത്തം ആർമേച്ചർ വൈൻഡിങ്ങിലേക്ക്. അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈഡ് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് എന്നുള്ളത് ആ ഡയറക്ഷനിലുള്ള കറണ്ടായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ കറണ്ടിൻ്റെ വാല്യൂ നമുക്കൊന്ന് എന്ത് ചെയ്യണം, പറ്റുന്ന മീൻസ് വാല്യൂ എത്രയാണെന്ന് നോക്കുന്ന രീതിയിലുള്ളതായിരിക്കണം എപ്പോഴും വരേണ്ടത്. ഇനി സപ്ലൈ വോൾട്ടേജും ആർമേച്ചറിലേക്ക് വരുന്ന കറണ്ടും ഫീൽഡിലേക്ക് വരുന്ന കറണ്ടും രണ്ടാണ്. സപ്ലൈ വോൾട്ടേജ് പാരലലായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ലോഡ് കറണ്ട് അവിടെ ഉണ്ടാവും സപ്ലൈ വോൾട്ടേജിൻ്റെ അടുത്ത്. അതിനുശേഷം ഒരു ആർമേച്ചർ കറണ്ട് പുതിയതായിട്ട് ഉണ്ടായിട്ടുണ്ടാവും, അതുപോലെ തന്നെ ഒരു ഫീൽഡ് കറണ്ട് പുതിയതായിട്ട് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഈ രണ്ട് കറണ്ടിൻ്റെ വാല്യൂ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, അവിടെ മാറ്റങ്ങൾ വരുന്നത്, മീൻസ് ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. ഇനി നോ ലോഡിൽ ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, വളരെ ചെറിയ ടോർക്ക് മാത്രമാണ് എപ്പോഴും ഈ ഒരു മെഷീൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക. കാരണം എന്താണ്, ലോഡില്ലാത്ത സമയത്ത് ആക്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നം എന്താ, വൈൻഡേജ് ലോസസിനെയും അതുപോലെ തന്നെ ഫ്രിക്ഷണൽ ലോസിനെ മാത്രം ഓവർകം ചെയ്യുന്ന രീതിയിലുള്ളൊരു ടോർക്ക് മാത്രം ഇതിന് പ്രൊഡ്യൂസ് ചെയ്താൽ മതി. അപ്പോൾ അത് ആ ഒരു ലെവലിൽ മാത്രമായിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഫീൽഡ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് എപ്പോഴും എന്താണ്, ബാക്ക് EMF ജനറേറ്റ് ചെയ്യുന്നതിന് എന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ആർമേച്ചർ കറണ്ടിനെയും മാത്രമായിരിക്കും. അപ്പോൾ ബാക്ക് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ടോർക്കും ബാക്ക് EMFും അതായത് V - IA എന്നുള്ള ആ സെക്ഷനാണ് ബാക്ക് EMF. അപ്പോൾ അത് എപ്പോഴും മാറാൻ ചാൻസ് ഉള്ളത് ഈ കേസിൽ എന്താണ്, ഷണ്ട് മോട്ടോഴ്സിൻ്റെ കേസിൽ ആർമേച്ചർ കറണ്ട് മാറുന്ന സമയത്ത് മാത്രമാണ്. അപ്പോൾ ഇനി സ്പീഡ് വേഴ്സസ് ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഫസ്റ്റത്തെ കേസിൽ ആർമേച്ചർ കറണ്ട് സ്പീഡ് റൊട്ടേഷൻ, അതായത് സ്പീഡ് മോട്ടോർ സ്പീഡും ലോഡ് കറണ്ടും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ DC ഷണ്ട് മോട്ടോഴ്സിൻ്റെ സ്പീഡ് ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആണെന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഫുൾ സ്പീഡും, അതായത് ഫുൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ ലോഡ് കറണ്ട് വന്നതിന് ശേഷമുള്ള സ്പീഡും അതേപോലെ ലോഡ് കറണ്ട് വരാതെ എന്താണ് നോ ലോഡ് കണ്ടീഷനിലുള്ള സ്പീഡും, ഈ രണ്ട് സ്പീഡും എപ്പോഴും എന്താണ് ഏകദേശം ഒരു ചെറിയ ഡിഫറൻസ് മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ DC ഷണ്ട് മോട്ടോഴ്സിനെ നമ്മൾ കോൺസ്റ്റൻറ്റ് സ്പീഡ് മോട്ടോഴ്സ് എന്നുള്ള കാറ്റഗറിയിലേക്ക് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എന്താണ്, ഇനി എങ്ങനെയാണ് ഇത് മാറ്റം വരുന്നത് എന്നുള്ളത് നോക്കാം. ഇക്വേഷൻ അനുസരിച്ച് സ്പീഡിനുള്ള ഇക്വേഷനാണ് ഇവിടെ N = V - IAR, അതായത് EB/K1 EB/K1 എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ നോക്കുമ്പോൾ തന്നെ അറിയാം സ്പീഡും ലോഡും റിലേറ്റ് ചെയ്തിരിക്കുന്ന ഏത് ഡയറക്ഷനിലാണ്, അതായത് N-ഉം IARയും എന്നുള്ള ഫാക്ടറാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ N-ഉം IA-യും തമ്മിലാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ N-ഉം IA-യും തമ്മിൽ റിലേറ്റ് ചെയ്യിക്കുന്ന സമയത്ത് IA-ൻ്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ എന്തായാലും EB-ൻ്റെ വാല്യൂ കുറയും. അപ്പോൾ EB കുറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് കുറയുകയാണോ കൂടുകയാണോ ചെയ്യുക, തീർച്ചയായിട്ടും. അതായത് N = EB/K1 ആണ്. അപ്പോൾ N-ൻ്റെ വാല്യൂ EB-നെ ഡയറക്റ്റായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. EB കുറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും എന്താണ്, സ്പീഡും കുറയും. അപ്പോൾ ആ ഒരു റിലേഷനാണ്, ഇൻവേഴ്സ് ആയിട്ടുള്ള റിലേഷനാണ് വരിക. സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ലോഡ് കറണ്ട് കൂടുന്നതിനനുസരിച്ച് സ്പീഡ് ഡിക്രീസ് ആവും, അല്ലെങ്കിൽ ഒരു സ്മോൾ എമൗണ്ട് ഡിക്രീസ് ആവും. അതിൽ എപ്പോഴും ഒരു നോർമൽ സ്പീഡ് അല്ലെങ്കിൽ റേറ്റഡ് സ്പീഡ് ഇതിനുണ്ടായിരിക്കും. അപ്പോൾ നോ ലോഡ് ഉള്ള സമയത്തുള്ള റേറ്റഡ് സ്പീഡും അത് ഫുൾ ലോഡിലിട്ടാലും നമുക്ക് ആ റേറ്റഡ് സ്പീഡിനേക്കാളും ഒരു ചെറിയ അളവ് കുറവുള്ളതായിരിക്കും എപ്പോഴും വരുന്നത്. അപ്പോൾ ഈ വേരിയിങ് പാരാമീറ്റേഴ്സ് എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. IA എന്നുള്ള കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എപ്പോഴും സ്പീഡ് വരുന്നത്. അപ്പോൾ IA ലോഡിൻ്റെ റിലേഷൻ അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫ് വരുന്നത് എങ്ങനെയാണ്, ഈ ഒരു ഏറ്റവും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മീൻസ് സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത് കൂടുതൽ സ്പീഡും മാക്സിമം സ്പീഡും അവിടെ തരുന്നുണ്ട് ഷണ്ട് മോട്ടോഴ്സ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറയുകയാണെന്നുണ്ടെങ്കിൽ മീൻസ്
കറണ്ടിൻ്റെ വാല്യൂ പിന്നെ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നോ ലോഡ് കണ്ടീഷൻ മാറ്റി ലോഡഡ് കണ്ടീഷൻ ആക്കുകയാണ്. അപ്പോൾ ലോഡിൻ്റെ അളവ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ലോഡ് കറണ്ട് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ സ്പീഡ് ഒരു ചെറുതായിട്ട് ഇങ്ങനെ സ്ലൈറ്റായിട്ട് ഡിക്രീസ് ചെയ്യും. അപ്പോൾ അതിൽ ആ OA എന്നുള്ള പോർഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നോ ലോഡ് സ്പീഡും, OB എന്നുള്ളത് നോർമലായിട്ട് മോട്ടോർ കാണിക്കുന്ന സ്പീഡുമാണ് OB എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് വരുന്ന AB എന്നുള്ള പോർഷൻ നമുക്ക് വരുന്നത് ആർമേച്ചർ റെസിസ്റ്റൻസിന് ഡ്രോപ്പ് ആയിട്ടുള്ള ഭാഗമാണ്. ഡ്രോപ്പ് ആയിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ആർമേച്ചർ റെസിസ്റ്റൻസിൻ്റെ കാരണം ഒരു IARA ലോസ് ഉണ്ട്. അപ്പോൾ ആ ലോസാണ് അവിടെ സ്പീഡിലായിട്ടുള്ള ഒരു റിഡക്ഷൻ കാണിക്കുന്നത്. ഇനി അടുത്തത് ടോർക്ക് വിസസ് ലോഡ്. DC ഷണ്ട് മോട്ടോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടോർക്ക് വിസസ് ലോഡ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഒരു ലീനിയർ റിലേഷൻഷിപ്പാണ്. Y=mx+c എന്ന് പറയുന്ന ഇക്വേഷൻ പോലെ എന്താണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ഫോളോ ചെയ്യുന്ന ഇതാണ് ടോർക്ക് വേഴ്സസ് ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഷണ്ട് മോട്ടോഴ്സിൽ. അപ്പോൾ ഫീൽഡ് ഫ്ലക്സിൻ്റെയും ആർമേച്ചർ കറണ്ടിൻ്റെയും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ് വരിക. പക്ഷേ ഫീൽഡ് ഫ്ലക്സ് നമ്മൾ നോക്കുന്നില്ല. IA എന്നുള്ള വാല്യൂ, ലോഡ് കറണ്ട് എന്നുള്ള വാല്യൂ എപ്പോഴും എന്താണ്, കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. അതായത് ഫീൽഡ് ഫ്ലക്സിൻ്റെയും ആർമേച്ചർ ഫ്ലക്സിൻ്റെയും ടോട്ടലാണ് ഈ ഇതെടുത്ത് നോക്കിയാൽ എന്താണ്, നമ്മൾ ഈ ഒരു സർക്യൂട്ട് ഡയഗ്രം എടുത്ത് നോക്കിയാൽ DC പവർ സപ്ലൈ എന്നുള്ളവിടുത്തെ എന്തുണ്ടായിരിക്കും, IL ഉണ്ടായിരിക്കും. അത് നേരെ IA ആയിട്ടും സീരീസ് ആയിട്ട് ഷണ്ടായിട്ട് ISH ആയിട്ടും എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്ത് പോകും. അപ്പോൾ ലോഡിൽ നമ്മൾ വെക്കുന്ന കറണ്ടും നമുക്ക് കിട്ടുന്ന ടോർക്കും എപ്പോഴും എന്താണ്, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻ കാരണം ഫീൽഡ് ഫ്ലക്സ് ഈസ് കോൺസ്റ്റൻറ്റ്, ദ ടോർക്ക് വേരീസ് ആസ് ദ ലോഡ് കറണ്ട് വേരീസ്. ഫീൽഡ് ഫ്ലക്സ് കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ടോർക്ക് എങ്ങനെ വേരി ചെയ്യുക, ഡയറക്റ്റ്ലി റിലേഷൻ ആയിട്ട്, അതായത് ലീനിയർ റിലേഷൻഷിപ്പാണ് എപ്പോഴും കാണിക്കുന്നത്. ടോർക്ക് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ലോഡ് ഓർ ആർമേച്ചർ കറണ്ട് IA. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഗ്രാഫാണ് കാണിച്ചുള്ളത്. എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് ഫ്ലക്സ് ആണെന്നുണ്ടെങ്കിൽ ടോർക്ക് ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് എപ്പോഴും കോൺസ്റ്റൻറ്റ് മീൻസ് ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ആയിരിക്കും. ഇനി ടോർക്ക് മീൻസ് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ടോർക്കിൻ്റെയും സ്പീഡിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ സാധാരണ പറഞ്ഞ പോലെ തന്നെ ടോർക്കും സ്പീഡും തമ്മിലൊരു സ്ലൈറ്റർ ഇൻക്രീസ് മാത്രമാണ് എപ്പോഴും എന്തിൽ വരിക, അല്ലെങ്കിൽ മാക്സിമം ടോർക്ക് വരുന്ന സിറ്റുവേഷൻ ഏതാണ്, നമ്മളിവിടെ പറഞ്ഞ് മാക്സിമം ടോർക്ക് വരുന്നത് IA കറണ്ട് മാക്സിമം ആവുന്ന സമയത്താണ്. അതേപോലെ തന്നെ ഇവിടെ അതായത് IA കറണ്ട് മാക്സിമം ആവുന്ന സമയത്ത് ഫ്ലക്സ് കുറവായിരിക്കും. അപ്പോൾ അവിടെ മാക്സിമം സ്പീഡ് തന്നെയായിരിക്കും കിട്ടുന്നുണ്ടാവും. അപ്പോൾ സ്പീഡ് ടോർക്ക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് പറഞ്ഞ പോലെ തന്നെ സ്പീഡ് ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞ പോലെ തന്നെയാണ് സ്പീഡ് ടോർക്ക് റിലേഷൻഷിപ്പ് വരുന്നത്. സ്പീഡ് ടോർക്ക് റിലേഷൻഷിപ്പ് ആ ഒരു ബേസിക്സിൽ തന്നെയാണ് വരുന്നത്. ഒരു ചെറിയ ഡ്രോപ്പ് ഉണ്ടായിരിക്കും, അത് കാരണം അതിൽ ആർമേച്ചർ വൈൻഡിങ്ങിൽ വരുന്ന ഡ്രോപ്പ് കാരണമാണ് ഈ ഒരു ഗ്രാഫിക്കലി നമുക്കൊരു ചെറിയ താഴ്ച കാണാനുള്ള പറ്റുന്നത്. ഇനി ഏതൊക്കെ തരത്തിലാണ് നമ്മൾ DC ഷണ്ട് മോട്ടോർ ഉപയോഗിക്കുന്നത് എന്നുള്ള. DC ഷണ്ട് മോട്ടോർ ബേസിക്കലായിട്ട് ഉപയോഗിക്കുന്നത് കോൺസ്റ്റൻറ്റ് റോട്ടർ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് മെഷീൻസിനാണ്. DC കോൺസ്റ്റൻറ്റ് മെഷീൻസിനാണ്. DC കോൺസ്റ്റൻറ്റ് മെഷീൻസിൻ്റെ യൂസസ് ആയിട്ടാണ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് സ്പീഡ് വരുന്ന മെഷീൻസ് ആയിട്ടാണ് അല്ലെങ്കിൽ ഡ്രൈവ്സ് ആയിട്ടാണ് DC ഷണ്ട് മോട്ടറിന് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ വുഡ് പ്ലെയിനാസ്, സർക്കുലർ ജോ, ഗ്രൈൻഡേഴ്സ്, പോളിഷേഴ്സ്, അതായത് മെഷീൻ ടൂൾസിൻ്റെ ഭാഗമായിട്ടാണ് മിക്കവാറും ഇത് ഉപയോഗിക്കുക. കാരണം മെഷീൻ ടൂൾസിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടുള്ള എന്താണ് ടോർക്ക് ഇതിന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ എന്താണ് ഒരു മാക്സിമം സ്പീഡ് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഈ ഒരു മോട്ടറിൻ്റെ DC അല്ലെങ്കിൽ മീൻസ് മാക്സിമം സ്പീഡല്ല കോൺസ്റ്റൻറ്റ് DC സ്പീഡ് മീൻസ് കറണ്ടോ അല്ലെങ്കിൽ വോൾട്ടേജോ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കോൺസ്റ്റൻറ്റ് സ്പീഡായിരിക്കും അവിടെ എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു പെക്യുലാരിറ്റി തന്നെ കോൺസ്റ്റൻറ്റ് സ്പീഡ് ആപ്ലിക്കേഷൻസിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. പിന്നെ ഈ ഒരു ഷണ്ട് മോട്ടറിൻ്റെ വർക്കിങ്ങിലുള്ള ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ അത് ഞാനൊന്ന് വായിക്കാം. വെൻ വർക്കിംഗ് വിത്ത് എ ഷണ്ട് മോട്ടർ നെവർ ഓപ്പൺ ദ ഫീൽഡ് സർക്യൂട്ട് വെൻ ഇറ്റ് ഈസ് ഇൻ ഓപ്പറേഷൻ. ഓപ്പറേഷൻ്റെ സമയത്ത് ഒരിക്കലും ഫീൽഡ് സർക്യൂട്ട് റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഷണ്ട് മോട്ടോഴ്സിൽ വേണമെങ്കിൽ നമുക്ക് ഫീൽഡ് സർക്യൂട്ട് ഒഴിവാക്കിയിട്ടുള്ള ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഫീൽഡ് സർക്യൂട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താ പ്രശ്നം വരിക, ഫീൽഡ് സർക്യൂട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ഫ്ലക്സ് ഈസ് ഓൺലി ഡ്യൂ ടു ദ റെസിഡ്വൽ ഫീൽഡ്. അപ്പോൾ ഫീൽഡ് ഫ്ലക്സിൻ്റെ വാല്യൂ
ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ബാക്കിയുള്ളത് ഒരു റെസിജ്വൽ ഫീൽഡ് മാത്രമാണ്. അതൊരു ചെറിയ വാല്യൂ ആണ്. ചെറിയ വാല്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയ വാല്യൂ ആണ്. അപ്പോൾ ഫ്ലക്സ് ഭയങ്കരമായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് അതിനനുസരിച്ച് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും. ഡി സി മോട്ടറിൻ്റെ പ്രത്യേകതയാണത്. അപ്പോൾ അങ്ങനെ ഒരു സ്പീഡ് ഇൻക്രീസ് നടന്നു കഴിഞ്ഞാൽ ദ മോട്ടോർ സ്പീഡ് ഇൻക്രീസസ് ടു എ ഡേഞ്ചറസ് മാഗ്നിറ്റ്യൂഡ് അറ്റ് ലൈറ്റ് ലോഡ്സ് ദിസ് സ്പീഡ് കുഡ് ബിക്കം ഡേഞ്ചറസ്ലി ഹൈ. അപ്പോൾ നമ്മൾ ലൈറ്റ് ലോഡാണ് അതിൻ്റെ മേലെ ഫിറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പീഡ് ഭയങ്കര ഹൈ ആയിരിക്കും. അത് ചിലപ്പോൾ ആർമേച്ചറിൻ്റെ ഇതിനെ വരെ തെറിപ്പിക്കുന്ന രീതിയിലുള്ള അത്രയും സ്ട്രോങ്ങർ ആയിട്ടുള്ള ഫോഴ്സ് ആയിരിക്കും വരിക. അത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഡി സി ഷണ്ട് മോട്ടോഴ്സിൻ്റെ എന്തായിട്ട് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത് പറയാനുള്ളത് ഡി സി കോമ്പൗണ്ട് മോട്ടോഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്.